ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ദാനിയേൽ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ ഇതിൽ പങ്കെടുത്ത അനേകായിരങ്ങളിലേക്ക് ദൈവം അനുഗ്രഹങ്ങളും കൃപകളും സമൃദ്ധമായിട്ട് വർഷിച്ചിട്ടുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മൾ ദാനിയേൽ പ്രാർത്ഥനയുടെ അവസാനത്തെ ആ ടോക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സാക്ഷ്യം കേൾക്കാം. ദൈവം ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെ നമ്മൾ കേട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാണ്ട് പറ്റുള്ളൂ. ഇപ്രകാരമാണ് സാക്ഷ്യം അയച്ചിരിക്കുക. അച്ഛനോട് ഞാൻ പ്രാർത്ഥന ചോദിച്ചിരുന്നു. എൻ്റെ മകള് ദീപയ്ക്ക് വേണ്ടി ന്യൂസിലാൻഡിലേക്ക് ആദ്യം ഉദ്ദേശിച്ച കോഴ്സ് കിട്ടിയില്ല. കിട്ടിയതെടുത്തിൽ അതിന് സ്റ്റേ ബാക്കിലായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞു തന്ന വചനങ്ങളും അവൾക്ക് അവിടെ പോകുന്നതെല്ലാം ശരിയാകുന്നത് കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ അവൾക്ക് കോഴ്സ് കിട്ടി. 3 വർഷം സ്റ്റേ ബാക്ക് ഫാമിലിയെ കൊണ്ടുപോകാം. അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഒരു സഹോദരി പ്രത്യേകമായിട്ട് സാക്ഷ്യം വച്ചിരിക്കുക. നമുക്ക് ദൈവത്തിനൊന്ന് നന്ദി പറയാം. കർത്താവായ ഈശോയെ, ഈ മകളുടെ ജീവിതത്തിലേക്ക് നീ വർഷിച്ച എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നാഥാ. തുടർന്ന് അവിടത്തേക്ക് കടന്നു ചെല്ലാനുള്ള എല്ലാ മേഖലകളുടെയും വഴിയൊരുക്കി നീ പ്രത്യേകമായിട്ട് കർമ്മപ്പെടുത്തണമേ. ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് ഞങ്ങൾ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് വർഷിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ. ഈ ശുശ്രൂഷയിലേക്ക് അഭിഷേകം ഒഴുകട്ടെ. ഓരോ കുടുംബങ്ങളിലേക്കും അനുഗ്രഹം ഒഴുകട്ടെ. ഞങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അനുഗ്രഹം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, നമുക്കൊരു നിമിഷം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം നമ്മുടെ കരങ്ങളിലേക്ക് ഒന്ന് എടുത്തുപിടിക്കാം. ഏത് പ്രാർത്ഥനാ നിയോഗത്തോടു കൂടിയാണോ ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക, ആ പ്രാർത്ഥനാ നിയോഗത്തെ ഒന്ന് സമർപ്പിക്കുക. നിന്റെ ഈശോയിതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. എൻ്റെ പ്രാർത്ഥനാ നിയോഗം ഈ നിമിഷം സംഭവിച്ചുവെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കർത്താവിതാ നിന്നെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ സഹോദരങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് നിന്റെ അനുഗ്രഹത്തിൻ്റെ കരസ്പർശം കടന്നു ചെന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു വചനമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുക. ഇന്ന് അനുഗ്രഹങ്ങളുടെ വചനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എനിക്ക് തോന്നുന്നു ഈ വചനം നമ്മുടെ എല്ലാ മേഖലകളും ഈ ദിവസങ്ങളിൽ പലതരത്തിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ അയച്ചവരുണ്ട്. അവരുടെ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു വലിയ അനുഗ്രഹത്തിൻ്റെ വചനമാണ് ഇത്. നമ്മൾ പഠിക്കണം, നമ്മുടെ വീട്ടിൽ എഴുതി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സ്ഥലത്തോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വചനം എഴുതി വെച്ച വലിയ ദൈവാനുഗ്രഹങ്ങളുണ്ടാകും. വലിയ അനുഗ്രഹത്തിൻ്റെ വചനമാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ അവസാനത്തെ ശുശ്രൂഷയ്ക്ക് എന്ത് പറയണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം പ്രത്യേകമായിട്ട് കാണിച്ചു തന്ന വചനമാണ് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 28 വേഴ്സസ് 1-6. വചനപ്രകാരമാണ്: നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബൈബിളിലെ ഓരോ വാക്കുകളും കണ്ടീഷണലാണ്. നീ ഇത് ചെയ്താൽ നിനക്കിത് കിട്ടിയിരിക്കും. വചനപ്രകാരം പറയാം. എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നേക്കല്ല. നമ്മൾ കാത്തിരിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകളെ എല്ലാം നമ്മൾ മാറ്റണം. വചനം പറയും, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നൽകുന്ന കൽപ്പനകളെല്ലാം, ദൈവ കൽപ്പനകൾ, നാളെ നമ്മൾ ദൈവകൽപ്പനകളെ കുറിച്ചൊരു ക്ലാസ് എടുത്തിരുന്നു. ഞാൻ നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കണം. അതായത് ചുമ്മാ പാലിച്ചാൽ പോരാ, ഏറ്റവും ശ്രദ്ധാപൂർവ്വം, ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും നീ ശ്രദ്ധിച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസ് പറയാം, ഇതിങ്ങനെയൊന്നും ചെയ്താലൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ ഏറ്റവും സൂക്ഷ്മമായി അതെല്ലാം കണ്ട് നീ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ വചനം പറയണ, അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാണും, ഈ ലോകത്തുള്ള മറ്റെല്ലാ വ്യക്തികളെയും കാള് അവിടുന്ന് നിന്നെ ഉന്നതനാക്കും എന്നാണ് പറയുന്നത്. എത്ര മനോഹരമായ വചനമാണ്. അതിനുശേഷമാണ് അനുഗ്രഹങ്ങൾ ചോദിച്ചുള്ളത്. അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുക. 2-ാം വചനം പറയാണ്, അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. അവിടുത്തെ വചനം നീ ശ്രവിക്കണം. ഈ വചനം ശ്രവിക്കാനായിട്ട് നിന്റെ കാതുകളെ നീ തുറക്കണം.
ഇതെല്ലാം തുറന്ന് ഈ വചനം കേട്ട് ഈ വചനം പ്രാർത്ഥിച്ചു വചനത്തിൽ വിശ്വസിച്ചാൽ ഇനി ഞാൻ നിനക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ പോയി. ഈ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ നിന്റെ മേൽ ചൊരിയും. കർത്താവിൻ്റെ വാക്കുകളാണ്. വചനം പറയാണ്, ഒന്നാമത്തെ അനുഗ്രഹം, നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നമുക്കറിയാം നമ്മുടെ നഗരം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ് മേഖലയൊക്കെ ചിലപ്പോൾ നഗരത്തിലായിരിക്കാം. അവിടെയെല്ലാം നീ അനുഗ്രഹീതനായിരിക്കും. നിൻ്റെ ബിസിനസ്സിൻ്റെ തകർച്ച, നിന്റെ ജോലി തടസ്സങ്ങൾ എല്ലാം ദൈവം തുറന്ന് അനുഗ്രഹിക്കുന്നതിന്. നിൻ്റെ വയൽ, നിൻ്റെ കൃഷിയിടങ്ങൾ ഒരു അനുഗ്രഹമായിട്ട് മാറും. നിൻ്റെ വയൽ ഒരിക്കലും ഫലം നൽകാതിരിക്കില്ല. കാരണം നീ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം സൂക്ഷ്മമായിട്ട് ജീവിതത്തിൽ പാലിക്കുന്ന വ്യക്തിയാണ്. അടുത്ത അനുഗ്രഹം പറയാണ്, നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. വചനം പറയാണ്, നിന്റെ മക്കള് എന്നും ഒരു അനുഗ്രഹമായിരിക്കും. നമുക്കറിയാം, ഇന്ന് പല മാതാപിതാക്കളും മക്കളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും കരയുകയും ചെയ്യുന്നവരുണ്ട്. നിന്റെ മക്കൾ ഈ വചനം ചൊല്ലി കൊച്ചിലേ തന്നെ അവർ ഈ വചനം പഠിപ്പിക്കണം. ഈ വചനം ചൊല്ലി നിന്റെ മക്കൾ എന്നും ഒരു അനുഗ്രഹമായിരിക്കും. അടുത്ത അനുഗ്രഹം എന്താണ്? നിന്റെ വിളവുകളെ, നിന്റെ സ്ഥലത്ത് നിന്റെ ഭൂമിയിൽ നിനക്ക് നിന്റെ വിളവുകൾ ഒരു അനുഗ്രഹമായിരിക്കും. അത് മാത്രമല്ല, നിന്റെ മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. ഒരുപക്ഷെ നമുക്ക് ആട്ടിൻ പറ്റങ്ങളൊന്നും നമ്മുടെ കൈ കാണത്തില്ല. ഇപ്പോൾ ഇസ്രായേൽക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കും, അവരുടെ കയ്യിലൊക്കെ ആടുകളുണ്ട്, ആട് മേയിച്ച് നടന്നവരാണ് അവരൊക്കെ. കന്നുകാലികളുണ്ട് അവർക്ക്. ഇന്ന് നമ്മൾ കന്നുകാലികളുണ്ട്. അതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതിനുശേഷം പറയാണ്, നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. അതായത് ഒരിക്കലും നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല. ഒരിക്കലും നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല, നിനക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകരുത്. കാരണം എന്താണ്? നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന സ്ഥലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും, ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും, സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ വചനം തുടങ്ങുന്നതിൻ്റെ ഹെഡിങ് തന്നെ അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ പഠിക്കണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, അവരിലേക്കെല്ലാം ഈ വചനങ്ങൾ എത്തിക്കണം. നമുക്കറിയാം, നമ്മൾ ഈ വചന ശുശ്രൂഷയ്ക്ക് വരുമ്പോഴും മാക്സിമം എത്രമാത്രം ആളുകളിലേക്ക് നമ്മളത് എത്തിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചാനലിൻ്റെ ഹൈപ്പിന് വേണ്ടി പറയുന്നൊന്നുമല്ല, എത്രമാത്രം ആളുകളിലേക്ക് നമ്മൾ ദൈവത്തിൻ്റെ വചനം എത്തിക്കുന്നുവോ അത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഈ വചനം നമുക്ക് എത്തിക്കാം. അത് എത്തിക്കാനായിട്ടുള്ള ഏതൊക്കെ മേഖലകളിലൂടെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുന്ന ആ മേഖലകളിലൂടെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈ ദാനിയേൽ ശുശ്രൂഷയുടെ 21 ദിവസം നമ്മൾ പ്രാർത്ഥനയിലായിരുന്നു. ഒട്ടനവധി പേർക്ക് ദൈവാനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന ടോക്കുകളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവാനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിലേക്ക് വിളിച്ച് ആ സാക്ഷ്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടൊന്ന് എഴുതി അയക്കണമേ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വിശ്വാസം ഏറ്റുപറയുമ്പോൾ, ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജനം വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും. അതിനു വേണ്ടിയാണ്. ഇതൊന്നും ഒരു അഡ്വർടൈസ്മെൻറ്റോ ഹൈപ്പോ ഒന്നുമല്ല, അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് എല്ലാവരും സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് സാധിക്കുമ്പോൾ നമ്മുടെ ദൈവാനുഗ്രഹങ്ങൾ കിട്ടിയ വ്യക്തികൾ ഒന്ന് നമ്മുടെ ചാനലിലേക്ക് എഴുതി അയക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ചാനൽ നമുക്കറിയാം, എൻ്റെ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. അതുവഴിയായിട്ട് നിങ്ങൾക്ക് പല രീതിയിൽ വാട്സപ്പിലൂടെ വേണമെങ്കിൽ ചെയ്യാം, ഇമെയിലിലൂടെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തുടർന്നും ഈ പ്രാർത്ഥന നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥന കുറേ പേരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയമങ്ങൾ ലഭിച്ചിട്ട് കാണും. ലഭിച്ചിട്ടില്ലാത്തവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈശോ നിന്നെ ആ ഒരു സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കടന്നു വരുന്ന സമയമുണ്ട്. ആ സമയത്ത് ദൈവം വന്ന് നിന്നെ അനുഗ്രഹിക്കും. ഒരു സ്നേഹമുള്ളവരെ, ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അവസാനത്തേക്ക് പറയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥന ചെയ്യേണ്ട ഇപ്രകാരമാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം വായിക്കണം. മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലണം. റാഫേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലണം. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലണം. അതിനുശേഷം നമുക്ക് ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടിയുള്ള വചനങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരു ദാനിയേൽ ശുശ്രൂഷയിലൂടെ, പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ ദൈവം അനേകായിരങ്ങളിലേക്ക് ദൈവ അനുഗ്രഹങ്ങളും കൃപകളും സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗം ഈ നിമിഷം നമ്മുടെ ദിവികാരണനാഥൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാനായിട്ട് പോവുകയാണ്. ഈശോനാഥ, ഞങ്ങളിതാ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. 21 ദിവസം ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയെ ഞങ്ങൾ എനിക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാ. ഈശോ ഇതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷം. അനന്തകാരുണ്യവാനും സ്നേഹനിധിയുമായ ഈശോയെ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ദൈവത്തിൻ്റെ പുത്ര, ദിവ്യകാരുണ്യനാഥ, കന്യകാമറിയത്തിന് തിരുസുതനെ, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വേദനകളും പീഡകളും ഏൽക്കുന്ന അങ്ങേ ഞങ്ങളിത് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു,
അങ്ങേക്ക് നന്ദി പറയുന്നു. മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തെ പ്രതി ധാരണമായി സഹനങ്ങൾ ഏറ്റെടുത്ത അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് എനിക്ക് വേണ്ടി രക്തം വിയർത്ത അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദിവികാരുണ്യ ദിവികാരുണ്യനാഥ, ദാനിയേൽ പ്രാർത്ഥനയുടെ അവസാനത്തെ ആഴ്ചയിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന ഈ സഹോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മുടെ കരങ്ങളിൽ ഒന്ന് എടുത്തു പിടിക്കാം. ഈശോയിലേക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കുക. കർത്താവിതാ, നിന്റെ ജീവിതത്തെ, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഓ ദിവികാരുണ്യ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31-ാം തിരുവചനം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈശോയതാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. ദിവികാരുണ്യ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ. നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ, യേശുനാഥ. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതിമാരെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗനിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാകുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ്സു തരും. നിന്റെ ജീവിതത്തിൽ നിന്ന് വന്ധ്യത മാറ്റിക്കളയുന്ന കർത്താവിത നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ദിവികാരുണ്യ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആരോഗ്യമുള്ള കുട്ടികളെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ മേലും നിന്റെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഖപ്രസവം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 9-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? കർത്താവേദ സന്താന സൗഭാഗ്യത്തിൻ്റെ മേഖലയെ മുഴുവനും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവെ കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേദ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. യേശുനാഥ, സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ. വിവാഹ മേഖലയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാം. ചേർന്ന വിവാഹങ്ങൾ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ പൗലോസിലെ എഫെസ്യർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനം. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധത്തിലും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഈശോയെ അങ്ങ് തെരഞ്ഞെടുത്ത് ഈ ദമ്പതിമാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന യുവതി യുവാക്കളെ സമർപ്പിക്കുകയാണ്.
മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല അവന് ചേർന്ന് ഇണയെ നൽകി അനുഗ്രഹിക്കുമെന്ന് അറിയിച്ച് നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തിയാൽ അവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കണമേ. വിവാഹ മോചനത്തിൽ പെട്ടുകിടക്കുന്നവരുണ്ട്. ആ കുടുംബത്തിലേക്ക് അങ്ങയുടെ സ്നേഹവും സന്തോഷവും സമാധാനവും സമൃദ്ധമായി വർഷിക്കുന്നതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. എൻ്റെ വലിയ കൃപ അവരിലേക്ക് സമൃദ്ധമായി വർഷിക്കണമേ, സമൃദ്ധമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ച് ദാനിയേലിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഈ നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോദാ നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. പെർഷ്യ രാജാവായ സൈറസിന്റെ 3-ാം ഭരണവർഷം ബെൽത്താഷേസ് എന്ന് വിളിക്കുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. ഒരു ദർശനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ അവന് കഴിഞ്ഞു. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഉഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു. അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയുമായിരുന്നു. അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരുമ്പൽ പോലെയുമായിരുന്നു. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടൊപ്പമുണ്ടായിരുന്നവർ അത് കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടിയൊളിച്ചു. അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു. എൻ്റെ ശക്തി ചോർന്നുപോയി. എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി. എൻ്റെ ശക്തിയേറ്റു. അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു. അവൻ്റെ സ്വരം ശ്രവിച്ച ഞാൻ പ്രജ്ഞയേറ്റ് നിലം പതിച്ചു. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവനിത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. പെർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പെർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട്, വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ചു മൂകനായി നിന്നു. മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ വാ തുറന്ന് സംസാരിച്ചു. എൻ്റെ അടുത്തു നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു, പ്രഭോ, ദർശന നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു. എൻ്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസന് അങ്ങയോട് സംസാരിക്കാനാവും? ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല. മനുഷ്യ രൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട. നിനക്ക് സമാധാനം. ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ചു. ഞാൻ പറഞ്ഞു, പ്രഭു, സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാൻ ഇപ്പോൾ പേർഷ്യയുടെ കാവൽ ദൂതനെതിരെ യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ വരും. സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം. നിന്റെ കാവൽ ദൂതനായ മിഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഇടി ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം
1 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ ശക്തിയാൽ ഞങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിതാ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും എൻ്റെ ജീവിതങ്ങളും അനുഗ്രഹം പ്രാപിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ നിമിഷം അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ സംഭവിച്ചുവെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഓ ദിവ്യകാരുണ്യശോയെ, ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ, പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഖായേൽ മാലാഹയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. മിഖായേൽ മാലാഹയുടെ മാധ്യസ്ഥം യാചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ തടസ്സ മേഖലകളെയും, എല്ലാ പൈശാചികമായ സാന്നിധ്യങ്ങളും ഈ നിമിഷം മാലാഹയുടെ അത്ഭുതകരമായ ഇടപെടലിനാൽ നീങ്ങിപ്പോയെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. ഇതാ നിന്റെ ജീവിതങ്ങളും നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളും അനുഗ്രഹം പ്രാപിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. മിഖായേൽ മാലാഹയുടെ മാധ്യസ്ഥം യാചിച്ച്, മാലാഹേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സംഭവിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളെയും പൂർണ്ണമായി നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ ഇനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. റാഫേൽ മാലാഹയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കാം. കണ്ണുകളുടെ സൗഖ്യം, യാത്രാ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ബന്ധനമുക്തി തുടങ്ങിയവയ്ക്ക് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന മാലാഖയാണ്. മാലാഖയുടെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും പ്രാർത്ഥനാ നിയോഗങ്ങളും മാധ്യസ്ഥനായിട്ട് സമർപ്പിക്കുമ്പോൾ, ഓ ദിവികാർണീശോയെ, റാഫേൽ മാലാഖയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും, കണ്ണുകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, പലവിധ യാത്രാ തടസ്സങ്ങൾ, വിദേശയാത്രയായിരിക്കാം, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹവും സ്വപ്നവും നോക്കിയിരിക്കുന്നവരായിരിക്കാം. ആ യാത്രാ തടസ്സങ്ങളിലേക്ക്, വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ യുവതി യുവാക്കളിലേക്ക്, പലവിധ ബന്ധനങ്ങളിൽ കിടക്കുന്നവർ, മദ്യത്തിൻ്റെ ബന്ധനം, ആസക്തിയുടെ ബന്ധനം, മറ്റു പാപത്തിൻ്റെ ബന്ധനങ്ങൾ, കൂട്ടുകെട്ടുകളുടെ ബന്ധനങ്ങളിൽ കിടക്കുന്നവരിലേക്ക് നിന്റെ കൃപ സമൃദ്ധമായിട്ട് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സഹായത്തിനായി മാലാഖമാരെ നിയോഗിച്ചു തന്ന ദൈവമേ, ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാഖയെ നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തോബിത്തിൻ്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാഖയെ ആത്മീയ ശാരീരിക അന്ധതയിൽ കഴിയപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം തന്ന് അനുഗ്രഹിക്കണമേ. സാറെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന
വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ. ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിൻ്റെ സഹായകനായി നിന്ന അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ദൈവം അനാദിയിലെ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ. കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെടുത്തിയുള്ള വിവാഹ ബന്ധങ്ങളിൽ പെടാതിരിക്കുവാൻ യുവജനങ്ങളെ സഹായിക്കണമേ. തോബിയാസിനെ സഹയാത്രികനായി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച റാഫേൽ മാലാഖയെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന യേശുവേ, വിശുദ്ധ റാഫേൽ മാലാഖ വഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വിശ്വാസത്തോടെ റാഫേൽമാരുടെ മധ്യസ്ഥം വഴിയായി ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് പ്രാർത്ഥിക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതിമാർ, സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ആരോഗ്യമുള്ള കുട്ടികളെ ലഭിക്കാണ്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, വിവാഹ തടസ്സങ്ങൾ മൂലം ഏതെങ്കിലും യുവതി യുവാക്കളെ നമുക്ക് ഓർക്കാം. വിവാഹമോചനത്തിൽ പെട്ടുകിടക്കുന്നവർ, അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പലവിധ രോഗികളായിട്ട് വേദനിക്കുന്നവർ, രോഗങ്ങൾ മൂലം വേദനിക്കുന്ന എല്ലാ രോഗികളെയും നമുക്ക് ഓർക്കാം. നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. മക്കളുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നല്ല അഡ്മിഷൻ, പലവിധ എക്സാമിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, OET എക്സാം, നീറ്റ് എക്സാം, മറ്റു പല UPC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. എല്ലാ തടസ്സങ്ങളെയും നമുക്ക് ഓർക്കാം. ജോലി തടസ്സം, സാമ്പത്തിക തടസ്സം, വീട് വയ്ക്കാനുള്ള തടസ്സം, വിസ തടസ്സങ്ങളിലേക്ക് നമുക്ക് പ്രത്യേകമായിട്ട് ആ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധ്യത മൂലം വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ, ലോൺ അടയ്ക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബിസിനസ്സിലെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. ആത്മഹത്യാ ചിന്തകൾ മൂലം വേദനിക്കുന്നവരെ അതിൽ നിന്ന് തിരിച്ചുവിടാനുള്ള വലിയ കൃപകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രണയബന്ധങ്ങളിൽ കിടക്കുന്നവരെ ഓർക്കാം. ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭയം, നിരാശ, സംശയരോഗം, പിണക്കങ്ങൾ ഇതെല്ലാം നീങ്ങിപ്പോകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആസക്തികൾ മൂലം അകപ്പെട്ടിരിക്കുന്നവർ, മദ്യാസക്തി, മയക്കുമരുന്നിൻ്റെ അശ്ലീലത എല്ലാം നമുക്ക് ഓർക്കാം. പലവിധ ഉറക്കമില്ലായ്മകൾ മൂലം വേദനിക്കുന്നവരെ നമുക്ക് ഓർക്ക് പ്രാർത്ഥിക്കാം. പലവിധ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവരെ നമുക്ക് ഓർക്കാം. മാലാഖയുടെ പ്രത്യേക മധ്യസ്ഥം വഴിയായി ഈ ദിവസങ്ങളിൽ അനേകായിരങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ നിമിഷം നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. ആ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് മാലാഖയുടെ പ്രത്യേക മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സാധിച്ചു തരണമേ, ആമേൻ. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലൂടെ ഉള്ള എല്ലാ തടസ്സങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വയ്ക്കാം. കർത്താവിൻ്റെ വലിയ കൃപയുടെ അഭിഷേകം ഈ നിമിഷം എല്ലാ ജീവിത തടസ്സങ്ങളിലേക്കും നിറയുന്ന നിമിഷങ്ങളാണ്. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കന്യകാമറിയമേ, അപേക്ഷയമായി വരുന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കാത്ത മാതാവേ, സ്നേഹം നിറഞ്ഞ അമ്മേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞാൻ എത്ര നിസ്സഹായകനാണെന്ന് നീ അറിയുന്നു. എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നു നീ കാണുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ, എൻ്റെ ജീവിതം പൂർണ്ണമായി ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. തിന്മയുടെ ശക്തികൾക്ക് എന്നെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാകില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളിലല്ലോ കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനും ആ യേശുവിൻ്റെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മളിപ്പം പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കാം. ഈ നിമിഷം നമ്മുടെ വലിയ ഇടപെടലുകൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ഇതാ വരുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ.
കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഹൃദയത്തിൽ കേട്ടവളും പാലിച്ചവളുമാണ് അമ്മ. അപ്പോഴാണ് അമ്മയുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറിയത്. ആ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ ഇതാ നിന്റെ ജീവിതവും നിന്റെ കുടുംബവും നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ ദുഃഖങ്ങളും വേദനകളും ഇതാ അനുഗ്രഹമായി മാറുന്ന നിമിഷങ്ങളാണ്. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. നീയാകുന്നു എൻ്റെ ശരണവും ദൈവം എനിക്ക് തന്ന ഏകാശ്വാസവും, എൻ്റെ ബലഹീനതകളിൽ ബലവും എൻ്റെ ആവശ്യങ്ങളിൽ സഹായവും, ക്രിസ്തുവിൽ നിന്ന് എന്നെ അകറ്റുന്ന സകല തിന്മകളിൽ നിന്നും എന്നെ സ്വതന്ത്രയാക്കുന്നവളുമായ മാതാവേ, ഈ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ രോഗികളെയും നമുക്ക് ഓർക്കാം. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവിതാ നിന്നെയും സുഖപ്പെടുത്തുന്ന നിമിഷങ്ങളാണ്. ഓ ദിവികാരുണ്യശായേ, ഓ ദിവ്യകാരുണ്യനാഥ, പലവിധ രോഗങ്ങളും മൂലം വേദനിക്കുന്ന ഓരോ സഹോദരങ്ങളെയും ഞങ്ങൾ താങ്കളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ സൗഖ്യത്തിൻ്റെ കരങ്ങൾ നിറച്ച് നിന്റെ സൗഖ്യത്തിൻ്റെ കരസ്പർശനത്താൽ അവരെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം, കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും നീക്കിക്കളയും, മാറ്റിക്കളയും എന്നറിയിച്ചത് വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവായിശേ, രോഗിയായ എൻ്റെ മേല് കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം, ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. കർത്താവായിശേ, ഞങ്ങളുടെ ജോലിക്ക് മുമ്പേ ഞങ്ങളുടെ ദൂതന്മാരെ അയച്ച് വഴിയൊരുക്കി ക്രമപ്പെടുത്തി ജോലി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 4-ാം തിരുവചനം, വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. വചനത്തിൽ പൂർണ്ണമായൊന്ന് വിശ്വസിക്കുക. നിന്റെ ജോലി മേഖലകളിലേക്ക് കർത്താവിതാ കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവായിശോയെ, ഞങ്ങളുടെ ജോലി മേഖലകളുടെ മേല്, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളുടെ മേല്, ഞങ്ങളുടെ ബിസിനസ് മേഖലകളുടെ മേല് നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി വർഷിക്കണമേ, ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. എൻ മിഴികൾ നിറഞ്ഞൊഴുകി. എൻ മിഴികൾ നിറഞ്ഞൊഴുകി. പഠന മേഖലകളെ ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. പഠിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. അവിടെ പഠന മേഖലയിലെ ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. നിങ്ങളുടെ വിഷമമുള്ള വിഷയങ്ങളിലേക്ക് ഇത് ഈശോ കടന്നു വരുന്ന നിമിഷങ്ങളാണ്. സെഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ടെന്ന് അരുളി ചെയ്യുന്ന വചനം. ആ വചനത്തിൽ പൂർണ്ണമായെന്ന് വിശ്വസിച്ചേ നിന്റെ പഠന മേഖലകളിലേക്ക് ഈശോ ഇതാ കടന്നു വരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 13-ഉം 14-ഉം തിരുവചനങ്ങൾ, കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവൻ ശ്രേയസ്സാർജിക്കും, നീതിയിൽ നീ സുസ്ഥാപിതയാകും, മർദ്ദനഭീതി നിന്നെ സമീപിക്കുകയില്ല. പഠനത്തിനായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പലവിധ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. OET, നീറ്റ്, IELTS പോലെയുള്ള എക്സാമിനായിട്ട് ഒരുങ്ങുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്.
കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. PSC പോലെയുള്ള എക്സാമിനായിട്ട് ഒരുങ്ങുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ അവരിലേക്ക് നിറയുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എലിയ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, സാമുവേൽ പ്രവാചകനോട് ജസ്സയുടെ കുടുംബത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവായ ഈശോയെ ഇവരെ അവിടെ നിന്ന് നിറയ്ക്കണമേ, ഇവരെ അനുഗ്രഹിക്കണമേ, ഇവരെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തടസ്സങ്ങളെ നമുക്കൊന്ന് സമർപ്പിക്കാം. ജോലി തടസ്സം, സാമ്പത്തിക തടസ്സങ്ങൾ, വീട് വയ്ക്കുവാനുള്ള തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ, എല്ലാവിധ തടസ്സങ്ങളെയും ദൈവകരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു, അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞു ചണനൂൽ പോലെ ആയിത്തീർന്നു, കെട്ടുകൾ അഴിഞ്ഞു വീണു. എല്ലാ തടസ്സങ്ങളും യേശുനാമത്തിൻ്റെ ശക്തിയാൽ പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. കർത്താവായിശോയെ ഈ തടസ്സങ്ങളിലേക്ക് നിന്റെ കൃപ വർഷിക്കണമേ, നിന്റെ അനുഗ്രഹം വർഷിക്കണമേ. ഈ നിമിഷം തടസ്സങ്ങളുടെ എല്ലാ കെട്ടുകളും കോട്ടകളും അങ്ങ് തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മൂലം വേദനിക്കുന്ന എല്ലാവരെയും നമുക്കൊന്ന് ഓർക്കാം. ലോണ് അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവർ, കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായൊന്ന് സമർപ്പിച്ചേ. ഈശോയിത നിന്റെ കടബാധ്യതയിലേക്ക്, നിന്റെ ബുദ്ധിമുട്ടിലേക്ക് കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. നിന്റെ ബിസിനസ് മേഖലയെ കർത്താവിത അനുഗ്രഹിക്കുന്നു. കർത്താവായിശോയെ നിന്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ, ഞങ്ങളിലേക്ക് അവിടുന്ന് ചൊരിയണമേ. കടബാധ്യതകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപയുടെ അഭിഷേകം കടബാധ്യതകൾ മൂലം വേദനിക്കുന്ന എല്ലാവരിലേക്കും ചൊരിയട്ടെ. ആസക്തിയിൽ, പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് കൊണ്ടുവരാം. മദ്യപാനം, മയക്കുമരുന്ന്, അശ്ലീല ചിന്തകൾ, വിചാരങ്ങൾ, പ്രവൃത്തികൾ, ആത്മഹത്യാ ചിന്ത, പ്രണയബന്ധങ്ങൾ, കർത്താവിത നിന്റെ എല്ലാ പാപബന്ധനങ്ങളിലേക്കും കടന്നു വരുന്നു. കാൽവരി മലയൻ നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ അവിടുന്ന് കുരിശിൽ മരിച്ചത്? കൽത്തലത്തിൽ ചെമ്മട്ടുകൾ അടിയേറ്റത് നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ? ഓ ദിവികാർണീശോയെ, നിന്റെ തിരുരക്തമൊഴുക്കി ഞങ്ങളുടെ ഈ പാപമേഖലകളെ മുഴുവനും കഴുകി വിശുദ്ധീകരിക്കണമേ നാഥ. നമുക്കെല്ലാവർക്കും ആയിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളിലുള്ള പാപത്തിൻ്റെ മേഖലകളെ നിന്റെ തിരുരക്തമൊഴുക്കി കഴുകി വിശുദ്ധീകരിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പാപങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഭയം, നിരാശ, ഉറക്കമില്ലായ്മ, ഇതിനുള്ള എല്ലാ വ്യക്തികളെയും നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് കൊണ്ടുവരാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണെന്ന് അവിടെ നിർളി ചെയ്യുക. നിനക്ക് പ്രത്യാശ നൽകി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. നമുക്കെല്ലാവർക്കും നമ്മുടെ വലതുകരം ഒന്ന് ശിരസിലേക്ക് വെക്കാം. നമ്മൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ഞാനിത് ബന്ധിക്കുന്നു. നാരകീയ ശക്തികളെ, അന്ധകാര ശക്തികളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ സഹോദരങ്ങളെ, കുടുംബങ്ങളെ, അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന മേഖലകളെ വിട്ടുപോകുക, നിത്യനരകാഗ്നിയിലേക്ക് പോകുക, ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കരങ്ങൾ പിടിച്ച് അത് സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ഈശോയെ നീ കടന്നു വന്ന് അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ നിമിഷം ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയെന്ന് ഞങ്ങളിതാ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Press the bell icon on the YouTube app and never miss another update.